ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ നോർമലി മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ IPOൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഓവർവ്യൂ ഒക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി കുറേ IPOs ഇപ്പോൾ റീസെൻ്റ്ലി ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ എണ്ണം ഓൾറെഡി ഓപ്പൺ ആയിട്ട് ഇന്ന് ക്ലോസ് ആവുന്ന രണ്ടെണ്ണം ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, 17-ാം തീയതി 18-ാം തീയതി ക്ലോസ് ആവുന്ന വേറെ 2-3 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, IPOs എന്ന് പറയുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, അതായത് ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ നോർമൽ റീറ്റെയിൽ കസ്റ്റമേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി IPO കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, ക്യാഷ് ഡബിൾ ചെയ്യാനും അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ കുറച്ച് ഈസി പരിപാടിയാണ് നമ്മുടെ IPO എന്ന് പറയുന്നത്. നമുക്കത് കിട്ടണം, അത് വേറെ കാര്യം. ഇപ്പോൾ എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ അല്ല, IPO ഇഷ്ടം പോലെ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ലക്ക് അനുസരിച്ചിട്ടാണ് നമുക്കത് കിട്ടുക. ചിലർക്ക് അത് റീഫണ്ട് വരും, നമുക്ക് നഷ്ടമൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് റീഫണ്ട് വരും. കിട്ടുകയാണെങ്കിൽ തന്നെ നല്ല കമ്പനി നോക്കിയിട്ട് IPO ബുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നോർമലി ലിസ്റ്റിംഗ് ഗെയിനും കിട്ടും. അതായത് നമ്മൾ ലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് ആ GMP ഗ്രേ മാർക്കറ്റ് പ്രീമിയം അനുസരിച്ചിട്ട് അത് ഫുള്ളി കറക്റ്റ് ആവുന്നില്ല, എന്നാലും ഗ്രേ മാർക്കറ്റ് പ്രീമിയം അനുസരിച്ച് ഇത്ര ശതമാനം ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ലിസ്റ്റ് ആവും. അത് കുറഞ്ഞിട്ടും ലോസ് ആയിട്ടും ലിസ്റ്റ് ആവുന്ന കമ്പനീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് എല്ലാ IPOസും എന്താ പറയുക, ലിസ്റ്റിംഗ് ഗെയിനായിട്ടല്ല നമുക്ക് ലിസ്റ്റ് ആവുക. ഇപ്പോൾ ലോസ് ആയിട്ടും ലിസ്റ്റ് ആവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ IPOസും നമ്മൾ ബുക്ക് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്നൊക്കെ പറയണവരൊക്കെ പൊട്ടത്തരാണ് പറയണത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിംഗ് ഗെയിൻസിന് അത് നല്ലൊരു മെത്തേഡാണ്. നമുക്ക് ആക്ച്വലി കുറച്ചുകൂടി കാശ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, കുറച്ചുകൂടി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ത്രൂ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, ലീഗലി മാർക്കറ്റ് സ്റ്റോക്ക് എന്താ പറയുക, പെട്ടെന്നാണ്, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഡബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ചാൻസുകളുണ്ട്. അപ്പോൾ അതാണ് ഒരു എന്താ പറയുക, ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങി ഈസി ആയിട്ടുള്ള പരിപാടിയാണ് IPO എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനാകെയുള്ളൊരു കോൺ എന്ന് പറയുന്നത് നമുക്ക് 15,000 രൂപ മിനിമം നമ്മുടെ കയ്യിൽ വേണം, എന്നാലും നമുക്ക് IPO അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം എല്ലാത്തിൻ്റെയും 1 ലോട്ട് വരുന്നത് 15,000 രൂപയാണ്. 15,000 അല്ലെങ്കിൽ 15,000 താഴെ വരിക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ആക്ച്വലി പറയാൻ പോകുന്ന 2 IPOസിനെ കുറിച്ചാണ്. നമ്മുടെ മൊബിവിക്, നിങ്ങൾക്കറിയാം, നമ്മുടെ പേടിഎമ്മിൻ്റെ ആപ്പിൻ്റെ ഒരു എതിരാളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മൊബിവിക് നിങ്ങൾ കുറേ പേര് അവിടെ യൂസ് ചെയ്ത്, നമ്മളതിന് മുമ്പ് മൊബിവിക് സിപ്പ്, അവർ ലോൺ കൊടുക്കുന്ന പേഴ്സണൽ ലോൺസിൻ്റെ ഒക്കെ കുറച്ച് നമ്മൾ ഓൾറെഡി കുറേ കാലമൊക്കെ മുമ്പ് നമ്മൾ വീഡിയോ ഇറങ്ങിയതാണ്. അവരുടെ IPO വരുന്നുണ്ട്. ഇന്ന് ആക്ച്വലി 13-ാം തീയതി ക്ലോസ് ആവും. 5-ാം തീയതി വൈകുന്നേരം വരെ നമുക്ക് ടൈമുള്ളൂ. ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ. ഞാൻ ആക്ച്വലി നമ്മുടെ മൊബിവിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരെണ്ണം വരുന്നതാണ് വിശാൽ മെഗാ മാർട്ട്. അതൊരു എന്താ പറയുക, സൂപ്പർ മാർക്കറ്റ് ചെയിനാണ്. തൃശ്ശൂരൊന്നും ഇല്ല, പക്ഷേ കൊച്ചിയിലുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ ഇതുവരെയായിട്ട് പോയിട്ടില്ല. പക്ഷേ അവർ കഴിഞ്ഞ കൊല്ലത്തേക്ക് നമുക്ക് പ്രോഫിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 40-42% ഒക്കെ പ്രോഫിറ്റിലാണ് സാധനം നിൽക്കുന്നത് കേട്ടോ. ജസ്റ്റ് നമുക്കൊരു ഓവർവ്യൂ നോക്കി നോക്കാം. മൊബിവിക്കിൻ്റെ കാര്യം തന്നെ ആയി നോക്കി നോക്കാം. ആക്ച്വലി മൊബിവിക്കിൻ്റെ IPO ഓപ്പൺ ആയത് December 11-ാം തീയതിയാണ്. മൊബിവിക്ക് നമുക്ക് അറിയായിരിക്കും, നമുക്ക് UPI ആപ്പ് ഓൾമോസ്റ്റ് പേടിഎം പോലെ തന്നെ. അപ്പോൾ അവരുടെ കോമ്പറ്റേറ്റേഴ്സ് വരുന്നത് പേടിഎം ആണ്. പേടിഎം നിങ്ങൾക്ക് അറിയായിരിക്കും കുറച്ച് കാലമായിട്ട് ഇടിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ IPO ക്ലോസ് ഡേറ്റ് വരുന്നത് 13-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് തന്നെയാണ് നമ്മൾ ആക്ച്വലി, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ലൈവ് ആക്കുന്നതാണ് കേട്ടോ. ഫേസ് വാല്യൂ വരുന്നത് 2 പെർ ഇക്വിറ്റി ഷെയർ ആണ് വരുന്നത്. അതുപോലെ തന്നെ IPOയുടെ പ്രൈസ് ബാൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷെയറിന് 265 തൊട്ട് 279 വരെ ഒരു ഷെയറിന് പ്രൈസ് വരാം. ഇഷ്യൂ പ്രൈസ് വരുന്ന അപ്രോക്സിമേറ്റ്ലി 572 കോടിയാണ്. ഫ്രഷ് ഇഷ്യൂ വരുന്നത് 572 കോടിയാണ്. ലിസ്റ്റ് ആവാൻ പോകുന്നത് BSEയിലും NSEയിലാണ് കേട്ടോ. അതുപോലെ തന്നെ റീറ്റെയിൽ കോട്ട വരുന്നത് നോട്ട് മോർ ദാൻ 10% ആണ്. അതുപോലെ തന്നെ QIB കോട്ട വരുന്നത് നോട്ട് മോർ ദാൻ 75% ആണ് കേട്ടോ. പിന്നെ മൊബിവിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ലോട്ടിൽ 53 ഷെയർ ഉണ്ടാവുക. നമുക്ക് വേണ്ട കാശ് 14,787 രൂപയാണ്. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ എത്ര ഡിമാൻഡ് അക്കൗണ്ട് ഉണ്ടോ, നിങ്ങൾക്ക് എത്ര ലോട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന് ഇഷ്യൂ സംഭവമൊന്നുമില്ല. IPO ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് ആക്ച്വലി IPO ഡേറ്റ് ഓപ്പൺ ആവുന്ന ഡേറ്റും ക്ലോസ് ആവുന്ന ഡേറ്റും ഞാൻ ഓൾറെഡി പറഞ്ഞു. ബേസിക് അലോട്ട്മെന്റ് വരുന്നത് 16-ാം തീയതിയാണ്, December 16-ാം തീയതി. നിങ്ങൾക്ക് ആക്ച്വലി അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി റീഫണ്ട് വരുന്നത് 17-ാം തീയതിക്കുള്ളിൽ, December 17-ാം തീയതിക്കുള്ളിൽ റീഫണ്ട് വരും കേട്ടോ. അതുപോലെ തന്നെ ഡിമാൻഡ് അക്കൗണ്ടിലേക്ക് ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയവർക്ക് ഡിമാൻഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് 17-ാം തീയതി തന്നെയാണ്. IPO ലിസ്റ്റ് ആവുന്ന ഡേറ്റ് 18-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബിവിക് IPOന്റെ ഡീറ്റെയിൽസ്. ഇതിൽ ആക്ച്വലി പ്രൊമോട്ടേഴ്സും സംഭവമൊക്കെ ഉണ്ട്, കുറച്ച് പേര് പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, കമ്പനി ഫൈനാൻഷ്യൽ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാലും റിപ്പോർട്ടഡ് റവന്യൂ ഓഫ് 539 crores in 2023 അഗെയിൻസ്റ്റ് 526 crore in 2022. അതായത് റവന്യൂ കൂടിയിട്ടുണ്ട് ചെറുതായിട്ട്. ഏതൊരു കോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, 2024 റവന്യൂ വന്നേക്കുന്നത് 875 രൂപയാണ്. 2023 നോക്കുകയാണെങ്കിൽ 539 രൂപയുള്ളൂ. അപ്പോൾ നല്ലോണം കൂടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 14 രൂപ പെർ ഷെയറിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നല്ല എക്സ്പെൻസ് വരികയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 853 രൂപയുടെ എക്സ്പെൻസ് വരുന്നുണ്ട്. ഇതിൽ റവന്യൂ നോക്കുമ്പോഴും ഇത് കമ്പയർ ചെയ്യുമ്പോഴും നമ്മൾ പണിയെടുക്കണല്ലോ, ഓരോരുത്തർ വന്നോളും ഫോൺ ഇതടിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ്, നമുക്ക് ആക്ച്വലി അത് പോസ്റ്റ്മാൻ ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കൊരു
ചെക്ക് വരാണ്ടായിരുന്നു. ഉണ്ടോ, ഒരു ഫോറിൻ ബാങ്കിൻ്റെ ടച്ച് ബാങ്കിൻ്റെ ഒരു ചെക്ക് വരാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാലും കുഴപ്പമില്ലാത്ത വാല്യുവേഷനാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഞാൻ പറയാം കേട്ടോ. ഗ്രേ മാർക്കറ്റ് പ്രീമിയം വരുന്നത് ഓൾമോസ്റ്റ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറഞ്ഞാൽ അത് ഉറപ്പുള്ള സംഭവം എന്നല്ല, ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ അങ്ങനെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഗ്രേ മാർക്കറ്റ് പ്രീമിയമിൽ 50% ഹൈക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 50% തന്നെ ലിസ്റ്റ് ആവുന്ന ഉറപ്പൊന്നുമില്ല കേട്ടോ. അതിനൊരു ഡിമാൻഡ് കാണിക്കുന്ന സംഭവമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാണ്ട് അതിൻ്റെ ഫുള്ളി അത് നോക്കിയിട്ട് നിങ്ങൾ അത് തന്നെ ഫുൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിയിട്ട് IPO വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല. അത് വാങ്ങിക്കണം നിർബന്ധമില്ല എന്നല്ല, വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ വല്ല പ്രോഫിറ്റ് കിട്ടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മൊബിവിക്കിൻ്റെ IPOയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വരുന്നത് 156 രൂപയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റേറ്റ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 35-40% നമുക്ക് എന്താ പറയുക ലിസ്റ്റിംഗ് ഗെയിം വരാനുള്ള ചാൻസുകളുണ്ട്, പറയാനൊന്നും പറ്റില്ല. പിന്നെ വരുന്നതാണ് വിശാൽ മെഗാമാർട്ട്. അതും ഞാൻ പറഞ്ഞല്ലോ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ്. അതിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 78 രൂപയാണ് അതിൻ്റെ എന്താ പറയുക അവർ ഇഷ്യൂ ചെയ്തേക്കുന്ന പ്രൈസ് ബാൻഡ് വന്നേക്കുന്നത്. നമുക്ക് GMPയിൽ വരുന്നത് ഓൾമോസ്റ്റ് 21 രൂപ നമുക്ക് ഗ്രേ മാർക്കറ്റ് പ്രീമിയം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോവാം. ഡിസംബർ 11-ാം തീയതിയാണ് IPO ഓപ്പൺ ആയത്. ഡിസംബർ 13-ാം തീയതി ഇന്ന് രാത്രി തന്നെ, ഇന്ന് വൈകുന്നേരം തന്നെ അത് ക്ലോസ് ആവും. പെട്ടെന്ന് കയറി ബുക്ക് ചെയ്യാൻ മറക്കണ്ട. ഫേസ് വാല്യൂ വരുന്നത് 10 രൂപ പെർ ഇക്വിറ്റി ഷെയറിലാണ്. അതായത് 8,000 crore ഒരു ആക്ച്വലി ഇഷ്യൂ സൈസ് വന്നേക്കുന്നത് കേട്ടോ. ഭയങ്കര വലുതാണ്. മറ്റേ മൊബൈലിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സൈസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ ഇവരെ ജസ്റ്റ് ഒരു നമുക്കിതിൻ്റെ അലോട്ട്മെൻറ്റ് ഡേറ്റുകൾ നോക്കി നോക്കാം. ബേസിക് അലോട്ട്മെൻറ്റ് ഡേറ്റ് വരെ 16-ാം തീയതിയാണ്. റീഫണ്ട് വരുന്നത് 18 സെയിം ആണ് നമ്മുടെ മൊബൈലിക്ക് പോലെ തന്നെ കേട്ടോ. IPO ലിസ്റ്റ് ഡേറ്റ് 18-ാം തീയതി തന്നെയാണ് കേട്ടോ. ഇവരുടെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. റവന്യൂ 2022 5,653 ആയിരുന്നു. 2023 7,618 ആയിരുന്നു. 2024 8,945 ആയി. അപ്പോൾ നല്ല കൂടുതൽ വരുന്നുണ്ട്. എല്ലാ കൊല്ലം കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ എന്താ പറയുക ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് അവന്യൂ സൂപ്പർ മാർക്കറ്റ് ലിമിറ്റഡും അതുപോലെ തന്നെ ട്രെൻഡ് ലിമിറ്റഡ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ടും ഞാൻ ആക്ച്വലി രണ്ടും അപ്ലൈ ചെയ്തത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ IND മണിയും അതുപോലെ തന്നെ ഗ്രോവും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആപ്പുകളാണ് ഉപയോഗിക്കാറ്. ഇത് രണ്ടെണ്ണം ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത് ഇന്ത്യ മണിയാണ്. അപ്പോൾ ഇന്ത്യ മണിയിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അലോട്ട്മെൻറ്റ് കിട്ടുമോ കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ കണ്ടോ അലോട്ടഡ് അല്ല അപ്ലൈഡ് എന്ന് കാണിക്കുന്നത്. അലോട്ട് ആയില്ലോ. അപ്പോൾ ഡേറ്റ് ആയിട്ടില്ല. ഇതാ അപ്ലൈഡ് കാണുന്നുണ്ടോ? രണ്ടെണ്ണത്തിന് പേര് കാണുന്നുണ്ടോ? ഇതിന് മുമ്പ് ഞാൻ എൻവിറോ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മൾട്ടിപ്പിൾ എൻ്റെ കുറേ ഡിമാൻഡ് നമ്മൾ 3-4 ഡിമാൻഡ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഡിമാൻഡ് നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് ഡിമാൻഡ് അക്കൗണ്ട് നിങ്ങൾക്ക് അതിലെ കൂടുതൽ അപ്ലൈ ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഹൈ ഡിമാൻഡാണ്. ഇപ്പോൾ ഇതിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. വിശാൽ ഹൈപ്പർ മാർട്ടിന് വലിയ ഡിമാൻഡ് വന്നിട്ടില്ല. അതിന് ഞാൻ അതിൻ്റെ ഒരു IPOൻ്റെ റേറ്റ് പറഞ്ഞുതരാം. എത്ര സബ്സ്ക്രിപ്ഷൻ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. വിശാലിന് 0.23x മാത്രമേ ആയിട്ടുള്ളൂ കണ്ടു. പക്ഷേ മൊബിവിക്കിന് ഭയങ്കര സബ്സ്ക്രിപ്ഷൻ ആണെന്ന് വെച്ചാൽ അത് ഫേമസ് ആണല്ലോ. മൊബിവിക്ക് കുറച്ചുകൂടി ഫേമസ് ആണ്. മൊബിവിക്കിന് വന്നിരിക്കുന്നത് 8.24x ആണ്. അപ്പോൾ ഇത് കിട്ടാൻ കുറച്ച് പാടാണ്. മച്ചനാട്ടും ഭയങ്കര പാടത് കിട്ടാൻ. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ലക്കാണ്, പ്യുവർ ലക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ലക്കാണ്. അത് നിങ്ങൾ എന്ത് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ചാലും കിട്ടില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ കൊറോണ അപ്ലൈ ചെയ്യുമ്പോൾ കൊറോണ കിട്ടാറില്ല, കൊറോണ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കിട്ടിയത് എനിക്ക് എൻവിറോ ആണ്. അതും നല്ല ലാഭത്തിലാണ് ലിസ്റ്റ് അയക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ എനിക്ക് ബജാജ് ഫിനാൻസ് പക്ഷേ ഹൗസിംഗ് ഫിനാൻസ് കിട്ടിയില്ല എന്നില്ല കേട്ടോ. എൻ്റെ വൈഫിന് കിട്ടിയില്ലായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആരെങ്കിലൊക്കെ IPO അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിമാൻഡ് അക്കൗണ്ട് എന്തായാലും വേണം, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഡിമാൻഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മണി നല്ലതാണ്. പക്ഷേ അതിനായിട്ടും കുറച്ചുകൂടി എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ ഓഫ്ലൈൻ ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏഞ്ചൽ ലോൺ എടുക്കായിരിക്കും നല്ലത്. അപ്പോൾ ഏഞ്ചൽ ലോണിൻ്റെ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എന്താ വെച്ചാൽ ഏഞ്ചൽ ലോൺ നമുക്ക് ഇവിടെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഓഫ്ലൈൻ ഹെൽപ്പ് നമുക്ക് ബ്രാഞ്ചിൽ പോയിട്ട് പറയാൻ അങ്ങനെ സംഭവം അങ്ങനത്തെ കുറേ ആവശ്യമുള്ളവർ കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും കുറേ കമൻറ്റും കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം. അങ്ങനെ ഓഫ്ലൈൻ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഏഞ്ചൽ ലോൺ എടുത്താൽ മതി. നമുക്ക് ഏഞ്ചൽ ലോണിൻ്റെ ബാങ്ക് ഓഫീസ് ബ്രാഞ്ചസ് പോലെ നമുക്ക് എല്ലായിടത്തും ഉണ്ട്. തൃശ്ശൂരും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഫ്രീ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മണത്തിൽ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ മെയിൻ 2 ചാനൽസ് മണത്തിൽ പോയി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GHH വേൾഡ് മണത്തിൽ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അടുത്ത കാണാം.